മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു ചെറിയ വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരത്തെ ആ സമരക്കാർ പോലും അർഹിക്കാത്ത പ്രാധാന്യം നൽകി വലുതാക്കുന്നത് സഭയ്ക്കോ സഭാ സ്ഥാപനങ്ങൾക്കോ നന്മ വരുത്തുമോ എന്ന് ആലോചിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി ഇൻ ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്ട്സ് എന്നൊരു തത്വമുണ്ട്. പക്വതയുള്ള ഭരണാധികാരികൾക്ക് മാത്രം പ്രാപ്യമായ ഒന്നാണ്. മാർ തറയിൽ പിതാവിന്റെ പ്രസ്താവന കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാനാവുന്നില്ല. ഇത് സഭയുടെ വിഷയമാക്കേണ്ടതില്ല. ഇത് ആഗോള സീറോ മലബാർ സഭയുടെ വിഷയമായി ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു വിഷയമാണെന്ന് കരുതുന്നില്ല. അങ്ങനെ ചെയ്താൽ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൂടാ. ഒരു രൂപതയിലെ ഒരു സ്ഥാപനത്തിലെ ഒരു ചെറിയ വിഷയം മാത്രമാണ്. ആ സ്ഥാപനത്തിന്റെ അധികാരികളെ ശക്തിപ്പെടുത്തുക എന്ന കർമ്മം മാത്രമാണ് രൂപത ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് രൂപത പോലും ഇതിൽ ഇടപെടേണ്ടതില്ല. അനാവശ്യ പ്രസ്താവനകൾ നേതൃത്വത്തിന്റെ വിലയിടിക്കും. ഒരു രൂപതയിലെ ഒരു സ്ഥാപനത്തിൽ നടന്ന ഒരു പ്രശ്നം ആദ്യം തന്നെ സെന്റ് തോമസ് മൗണ്ട് നേരിട്ട് പ്രസ്താവന ചെയ്തത് ശരിയായ രീതിയല്ല. നയപരമായ നിർദ്ദേശങ്ങൾ മാത്രം നൽകേണ്ട സഭാ നേതൃത്വം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇടപെടുന്നത് നല്ല ഭരണ സംവിധാനത്തിന്റെ രീതിയല്ല. സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ നഷ്ടപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് സീറോ മലബാറിന്റേതെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. വെള്ളിയേട്ടൻ കളി അത്ര നല്ലതല്ല. ഇതുപോലെ എല്ലാ രൂപതകളിലും എല്ലാത്തിലും കയറി അവർ ഇടപെടാൻ തുടങ്ങിയാൽ പിന്നെ രൂപതാ ഭരണ സംവിധാനം എന്തിനാണ്? കാക്കനാട് കമ്മീഷനുകളുടെ ഈ രീതി ഒരു വെള്ളിയേട്ടൻ കളി അത്ര നല്ലതിനല്ല. പൊള്ളയായ പ്രസ്താവനകൾ കൊണ്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുകയും സമൂഹ മധ്യത്തിൽ സഭയെ അവഹേളിക്കുകയും ചെയ്യുന്നത് ഇനിയെങ്കിലും നിർത്തണം.